കാന്ത ശെൽവമണി ശെൽവരാജ് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ, സമുദ്രകനി, ഭാഗ്യശ്രീ ബോസ് എന്നിവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ തമിഴ് പീരിയഡ് ക്രൈം ഡ്രാമ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു സംവിധായകനും ഒരു സൂപ്പർ താരവും തമ്മിലുള്ള ഈഗോ ക്ലാഷിന്റെ കഥയാണിത്. ശാന്ത എന്ന സിനിമ എങ്ങനെ കാന്തയായി, ഒടുക്കം കാന്ത വീണ്ടും എങ്ങനെ ശാന്തയായി മാറി എന്നുള്ളതാണ് പടം പറയുന്നത്. ഒറ്റ വാക്കിൽ ഒരു ക്ലാസ് പടമാണ്. ബട്ട് അതിഗംഭീരം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പടത്തിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പോരായ്മകളുണ്ട്. എല്ലാവരുടെയും കപ്പ് ഓഫ് ചായയുമല്ല. ഈ പോസിറ്റീവ്സ് പറഞ്ഞാൽ മികച്ച പെർഫോമൻസുകൾ, കഥ നടക്കുന്ന കാലഘട്ടം മേക്കിങ്ങിലൂടെ അവതരിപ്പിച്ച ഒരു രീതി, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, നല്ല മ്യൂസിക് ഒക്കെ പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. ഈ ക്രിയേറ്റീവ് ഡിഫറൻസ് മൂലം നായകനും സംവിധായകനും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അന്നും ഇന്നും നോക്കിയാലും പ്രസക്തമാണെന്നുള്ളതാണ് സത്യം. ഇപ്പോഴും ഏതെങ്കിലും ഒരു ഹീറോ കുറച്ച് പടം ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ഫാൻസിന് അത് ഇഷ്ടാവില്ല, ഇത് ഇഷ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സ്ക്രിപ്റ്റിൽ കൈ കടത്തുന്ന ആ ഒരു പരിപാടി തുടരുന്നുണ്ട്. ഇതിലെ ഡയറക്ടർ പറയുന്ന പോലെ ഈ ഓഡിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഫാൻസ് എന്ന് പറയുന്നത് ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അവരുണ്ടാവില്ല. പക്ഷെ പടം എന്നും നിലനിൽക്കും. അത് ഓർത്താൽ കൊള്ളാം. ഒരു തരത്തിൽ അതുകൊണ്ടാണ് പഴയകാല പല സൂപ്പർ ഹിറ്റ് പടങ്ങൾ ഇപ്പൊ കണ്ടാല് ക്രിഞ്ച് അടിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ പടം പറയുന്ന ഒരു മെയിൻ പോയിന്റ് തന്നെ. ഫസ്റ്റ് ഹാഫിൽ ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമാ കഥ, രണ്ടുപേരുടെയും ഈഗോ, പ്രണയമൊക്കെ ആയിട്ട് പോകുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ജോണർ ഷിഫ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ട് മാറുന്നത് അതൊരു കല്ലുകടിയായിട്ടൊന്നും മാറാതെ കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോയതും ഒരു പോസിറ്റീവ് തന്നെയാണ്. ഒരു വലിയ സിനിമയായിട്ട് തോന്നുന്നെങ്കിലും സത്യം പറഞ്ഞാൽ 1-2 സെറ്റുകൾ മാത്രമേ പടത്തിലുള്ളൂ. കഥ മെയിൻ ആയിട്ട് നടക്കുന്ന ഒരു സ്റ്റുഡിയോ, പിന്നെ 1-2 ഔട്ട്ഡോർ കാഴ്ചകൾ, പിന്നെ ഒരു വീട്, അങ്ങനെ. സോ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ് പടത്തിന്റെ എന്ന് പറയാം. അതുപോലെ ഇതിലെ ഈഗോ പോർഷൻസ് അതിങ്ങനെ ആര് ജയിക്കുമെന്ന മട്ടിൽ തീരും വരെ മുമ്പോട്ട് കൊണ്ടുപോയതും രസമുണ്ടായിരുന്നു. ക്ലൈമാക്സ് ഒരു ക്ലാസ് ഫീൽ തന്നെ വന്നു. പെർഫോമൻസുകൾ അപ്പോൾ ഗംഭീരമാണ്. ടൈറ്റിൽ കാർഡ് സീനും കിടുവായിട്ട് തന്നെ തോന്നി. നായകൻ TK മഹാദേവനായിട്ട് ദുൽഖറിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഇതിലെന്ന് പറയാം. നായകനായിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ പഴയ കാലഘട്ടമാണ്, 50കളാണ് കാണിക്കുന്നത്. സോ അന്നത്തെ കാലത്തെ നായകന്മാരെ പോലെ കുറച്ച് ഓവർ ആക്ട് ചെയ്ത് അഭിനയിക്കുകയും വേണം, അല്ലാത്തപ്പോൾ നാച്ചുറൽ ആവുകയും വേണം. അതൊരു വെല്ലുവിളിയാണ്. അത് DQ നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മിറർ സീൻ ഉണ്ട്, അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മിക്കവാറും അടുത്ത വർഷം ഏതെങ്കിലുമൊക്കെ അവാർഡുകൾക്ക് ഈ പ്രകടനം പരിഗണിച്ചേക്കും എന്ന് തോന്നുന്നു. കട്ടയ്ക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെ ഒരു മത്സര പ്രകടനം തന്നെയായിരുന്നു ഡയറക്ടർ റോളിൽ വന്ന സമുദ്രകനിയുടേതും. പടത്തിലെ സർപ്രൈസ് പക്ഷേ ഭാഗ്യശ്രീ ആണെന്ന് പറയാം. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരി. ചുമ്മാ പേരിനുള്ള ഒരു നായികയല്ല, ഏറെ പ്രാധാന്യമുള്ള ഒരു വേഷമാണ്. സത്യത്തിൽ ഭാഗ്യശ്രീയുടെ ആദ്യത്തെ സിനിമ ഇത് തന്നെയാണ്. പുള്ളിക്കാരി അതിനുശേഷം അഭിനയിച്ച പടങ്ങളൊക്കെ നേരത്തെ റിലീസ് ആയെന്നേ ഉള്ളൂ. ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ നീണ്ടുപോയത് കൊണ്ട് താമസിച്ചാണ്. തമിഴത്തി അല്ല എങ്കിൽ പോലും ഭാഗ്യശ്രീ വളരെ കൃത്യമായിട്ട് ലിപ്സിംഗ് കൊടുത്തിട്ടുണ്ട്. എക്സ്പ്രഷൻസും നൈസ് ആണ്. ആ കഥാപാത്രം എഴുതിയിരിക്കുന്നത് തന്നെ നൈസ് ആയിട്ടാണ്. ഒരു നിഗൂഢത നിലനിർത്തിക്കൊണ്ട് പോയത് കൊള്ളാമായിരുന്നു. ആകെ പ്രശ്നം തോന്നിയത് സവിത റെഡ്ഡിയുടെ ഡബ്ബിങ്ങിലാണ്. ഇപ്പം വർഷങ്ങളായിട്ട് പുള്ളിക്കാരി എല്ലാ നായികമാർക്കും ഇങ്ങനെ ശബ്ദം കൊടുത്തത് കേട്ട് വല്ലാതെ എക്സ്പോസ്ഡ് ആയിപ്പോയി. അതിങ്ങനെ നമുക്കിപ്പോൾ എടുത്തറിയാം. ഇപ്പം ഡബ്ബിംഗ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ കൂടുതൽ പരിചിതമായതിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ മലയാളത്തിൽ ഭാഗ്യലക്ഷ്മി, അതുപോലെ ശ്രീജ രവി, ഇവരൊക്കെ ആർക്കെങ്കിലും ഇപ്പൊ ഡബ് ചെയ്താലുള്ള ഒരു സെയിം പ്രശ്നമാണ് ഇവിടെ. റാണ ദഗുബട്ടിയുടെ ഒരു മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രയ്ക്ക് ഇഫക്റ്റ് നൽകിയില്ല. ഗായത്രി ശങ്കർ, നിഴൽകൾ രവി, രവീന്ദ്ര വിജയ്, ഭഗവതി പെരുമാൾ തുടങ്ങിയവരും പടത്തിലുണ്ട്. ഇനി ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ആണ്. 1950 കാലഘട്ടമാണ്. അന്നത്തെ ക്യാമറ, സ്റ്റുഡിയോ സെറ്റപ്പ്, വണ്ടികൾ, കെട്ടിടം, കോസ്റ്റ്യൂംസ് ഒക്കെ നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആർട്ട് ഡയറക്ടർ രാമലിംഗം അതുകൊണ്ട് പ്രത്യേക പരാമർശം തന്നെ അർഹിക്കുന്നുണ്ട്. വിഷ്വലുകളും മികച്ചതാണ്. ഡാനി സാഞ്ചസ് ലോപ്പസ് ആണ് ഇതിന്റെ ക്യാമറ. ലെവലിൻ ആന്റണി ഗോൺസാൽവസിന്റെ എഡിറ്റിംഗ് മികച്ചതാണ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും മാറി മാറി വരുന്നതും, അതുപോലെ പഴയ പടത്തിലേക്ക് വിഷ്വൽസ് പോലെ ആസ്പെക്ട് റേഷ്യോ മാറുന്നതും ഒക്കെ നൈസ് ആയിരുന്നു. ഷാനു ചന്ദറിന്റെ പാട്ടുകൾ, പ്രത്യേകിച്ച് ആ ഒരു ലവ് സോങ്, അതിന്റെ മ്യൂസിക്കും ചിത്രീകരണവും നൈസ് ആയിരുന്നു. ഒരു റെട്രോ ഫീൽ ഉണ്ടായിരുന്നു. ജേക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു റെട്രോ ആൻഡ് മിസ്റ്ററി മൂഡിന് കറക്റ്റ് ആയിരുന്നു. ഇനി വളരെ പതിഞ്ഞ താളത്തിലുള്ള ഈ പടത്തിന്റെ പോക്കും പീരിയോഡിക് കഥയായതുകൊണ്ട്, പഴയ ഒരു സിനിമയുടെ ചിത്രീകരണം ഒക്കെ ആയതുകൊണ്ടും ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന ആ ഒരു നാടകീയതയും ഒക്കെ പടത്തിന്റെ പ്രശ്നങ്ങളാണ്. മികച്ച പെർഫോമൻസുകളാണ് എല്ലാവരുടേതെങ്കിലും ചിലപ്പോഴെങ്കിലും ഈ ഒരു ഓവർ നാടകീയത ചെറിയ പ്രശ്നമാകുന്നുണ്ട്. പെർഫോമൻസ് കൊണ്ടുള്ള ഹൈ മൊമെന്റ്സ് ഒഴിച്ചാൽ സ്ക്രിപ്റ്റിലും അത്ര വലിയ ഹൈ മൊമെന്റ്സ് ഒന്നുമില്ല. ഒരു നോർമൽ ഓക്കേഷ് തിരക്കഥയാണ്. ഇതിലെ നായകനും സംവിധാനം തമ്മിലുള്ള ഈഗോ ക്ലാഷ് ചിലപ്പോഴെങ്കിലും വളരെ അപക്വമായിട്ട് ഫീൽ ചെയ്തു. ഒന്നിരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിങ്ങനെ പടം തീരാൻ വേണ്ടി വലിച്ചു നീട്ടിയതുപോലെ ഫീൽ ചെയ്തായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും അത്രയ്ക്ക് ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു ഘട്ടത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്നത് പോലെയാണ് തോന്നിയത്. ഇമോഷണൽ പോർഷൻസിൽ ദുൽഖർ സൽമാന്റെ പ്രകടനം ഗംഭീരമാണ്. മികച്ചതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ എന്റെ കൂടെ അപ്പുറത്തും ഇരിക്കുന്ന കുറെ ആളുകൾ ചിരിക്കുകയും കമന്റ് അടിക്കുകയും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പലർക്കും ഇപ്പോൾ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് തിയേറ്ററിൽ കാണുമ്പോൾ മുഷിപ്പായിട്ട് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. അത് സത്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ഒരു സ്ട്രോങ് ഇമോഷണൽ ഇമ്പാക്ട് പടത്തിന്, സിനിമയുടെ കഥയ്ക്ക് തരാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണോ, അതോ ഇനി മനഃപൂർവ്വം കളിയാക്കിയതാണോ എന്തോ, അത് എന്റെയും ആസ്വാദനത്തെ നല്ലതായിട്ട് ബാധിച്ചായിരുന്നു. പടത്തിന്റെ ലെങ്തും കുറച്ച് കൂടുതൽ തന്നെയാണ്. ചിലയിടങ്ങളിൽ ലാഗ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേയധികം ക്ലീഷേ സംഭവങ്ങളും പടത്തിലുണ്ട്. മൊത്തത്തിൽ ഒരു ക്ലാസ് മേക്കിംഗ്
ഒപ്പം ദുൽഖർ സൽമാൻ, സമുദ്രകനി, ഭാഗ്യശ്രീ എന്നിവരുടെ മികച്ച പ്രകടനങ്ങളൊക്കെ ഉണ്ട്. ഈ പെർഫോമൻസ് കൊണ്ട് മാത്രം പടം കാണാൻ വെർത്താവും. പക്ഷെ പതിഞ്ഞ താളത്തിലുള്ള ഇതിന്റെ പോക്ക്, നാടകീയത ഒക്കെ കൊണ്ട് എല്ലാവർക്കും പറ്റിയൊരു പടവുമല്ല. അവിടെ എനിക്ക് തന്നെ ലാഗ് ഫീൽ ചെയ്തായിരുന്നു. സ്ക്രിപ്റ്റും അത്ര ഫ്രഷോ അല്ലെങ്കിൽ അത്ര ഗംഭീരമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സോ ആകമൊത്തം ടോട്ടലിൽ ഒരു അതിഗംഭീര സിനിമയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ക്ലാസ് ആണ്, ബട്ട് ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിം ആയിട്ടാണ് തോന്നിയത്. സിനിമ തിയേറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 മണിക്കൂർ 43 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.